സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, മനുഷ്യജീവിതം 3 ഘട്ടങ്ങളിലാണ്. മഹാനായ പണ്ഡിതൻ അൽ-ഇമാം അബൂ ജഅഫർ അത്വഹാവി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അന്ന ദുവറ സലാസത്തുൻ, മനുഷ്യന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങൾ അത് 3 എണ്ണമാണ്. ഒന്ന് ദാറുദ്ദുനിയ, ഈ ഐഹിക ലോകത്തുള്ള ജീവിതം, ദുനിയാവിലുള്ള ജീവിതം. രണ്ടാമത്തേത് വദാറുൽ ബർസഖ്, മരണത്തിന് ശേഷം ഖിയാമത്ത് നാൾ വരെ കഴിഞ്ഞുകൂടാനുള്ള ബർസഖി ലോകത്തെ ജീവിതം. മൂന്നാമത്തേത് വദാറുൽ ഖറാർ, സ്ഥിരതാമസത്തിന്റെ സങ്കേതമാകുന്ന, അഥവാ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, അങ്ങനെ ശാശ്വതമായി കഴിഞ്ഞുകൂടേണ്ട ഭവനം. അതിൽ ഒന്നാമത്തേത് ദാറുദ്ദുനിയ, ഈ ഐഹിക ലോകം എന്ന് പറയുന്നത് ഏറ്റവും വില കുറഞ്ഞ ഒരു വീടാണ്. ദുനിയാവിനെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് വഞ്ചിക്കുന്ന ഒരു വിഭവമായി കൊണ്ട് മാത്രമാണ്. വിശുദ്ധ ഖുർആനിന്റെ പല ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടുണ്ട്. ഖുൽ മതാഉദ് ദുനിയ ഖലീൽ വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ. ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് അത് വളരെ ചെറിയ രൂപത്തിലുള്ള ഒരു വിഭവം മാത്രമാണ്, നൈമിഷികമായ ഒരു വിഭവം മാത്രമാണത് എന്നുള്ളതാണ്. മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുൻ വഇൻ തുഅ്മിനു വതത്തഖു യുഅതികും ഉജൂറകും. തീർച്ചയായും ഐഹിക ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ദുനിയാവ് എന്ന് പറയുന്നത്, അത് കളിയും വിനോദവും അതുപോലെ തന്നെ തമാശയും ഒക്കെയാണ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ചുള്ള പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരായത്തിലും അള്ളാഹു ദുനിയാവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവ് വളരെ നിസ്സാരമാണെന്ന്, അല്ലെങ്കിൽ ഈ ഐഹിക ജീവിതം വളരെ നിസ്സാരമാണ് എന്ന് പറയിപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉപമകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി മദ്ദുനിയ ഫിൽ ആഖിറ ഇല്ലാ മിസ്ലു മാ യജ്അലു അഹദുകും ഇസ്ബഅഹു ആദിഹി ഫിൽ യമ്മി വഅശാറ യഹ്യാ ബിസ്സബാബ ഫൽയൻദുർ ബിമാ യർജിഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തെ അപേക്ഷിച്ച്, അഥവാ ആഖിറത്തിനെ അപേക്ഷിച്ച് ഈ ഇഹലോകം എന്ന് പറയുന്നത് ഏതുപോലെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചൂണ്ടുവിരൽ ഒന്ന് ചൂണ്ടി, എന്നിട്ട് ആ ചൂണ്ടുവിരൽ സമുദ്രത്തിലേക്ക് മുക്കിയാൽ ഫൽയൻദുർ ബിമാ യർജിഉ, അവൻ തിരിച്ചു കൊണ്ടുവരുന്നത് എന്താണെന്ന് അവൻ നോക്കട്ടെ. അഥവാ വിരലൊന്ന് കടലിൽ മുക്കിയെടുത്താൽ ആ വിരലിന്റെ തുമ്പത്തുള്ള വെള്ളത്തിന്റെ അത്രയുള്ളൂ ഈ ദുനിയാവ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരിക്കൽ അദ്ദേഹത്തിന്റെ അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകബി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ തോളിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് ഫഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബ് ഔ ആബിരി സബീൽ. അബ്ദുല്ലാഹ്, നീ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം ഈ ദുനിയാവിൽ, അതല്ലെങ്കിൽ നീ ഒരു അപരിചിതനെ പോലെയായിരിക്കണമെന്നാണ്. ദുനിയാവിൽ നീ ആകേണ്ടത് ഒരു യാത്രക്കാരനെ പോലെ, അതല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെ ആകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഈ വസിയത്ത് കേട്ടത് മുതൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുമായിരുന്നു, വകാന ഇബ്നു ഉമർ യഖൂൽ ഇദാ അംസൈത ഫലാ തൻതദിരി സ്വബാഹ് വഇദാ അസ്ബഹത ഫലാ തൻതദിരിൽ മസാ. പ്രഭാതമായാൽ വൈകുന്നേരമാകുന്നതിനെ നീ പ്രതീക്ഷിക്കരുത്, അതുപോലെ തന്നെ വൈകുന്നേരമായാൽ പ്രഭാതമാകുന്നതിനെയും നീ പ്രതീക്ഷിക്കരുത്. നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യ അവസ്ഥയിൽ നീ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നിന്റെ മരണാനന്തര ജീവിതത്തിന് വേണ്ടിയും നീ പുണ്യങ്ങൾ ചെയ്യണമെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ വളരെ നൈമിഷികമായ ഒന്നാണ് ഐഹിക ജീവിതം. ഈ ഐഹിക ജീവിതത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു തന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഹസീരിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഈത്തപ്പന ഓലയുടെ പായയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നുറങ്ങി. എന്നിട്ട് ഫഖാം, റസൂലുള്ളാഹ് ഉറക്കിൽ നിന്ന് ആ പായയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ വഖദ് അസ്റ ഫീ ജൻബിഹി, ആ ഓലയുടെ പാടുകൾ പ്രവാചകന്റെ മുതുകുകളിൽ, പ്രവാചകന്റെ ശരീരത്തിൽ അതിന്റെ അടയാളങ്ങൾ കാണുമായിരുന്നു. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഫഖുൽനാ, അപ്പോൾ ഞങ്ങൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ലവിത്തഖദിനാ ലഖവിതാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾക്ക് ഞങ്ങൾ ഒരു കിടക്കാനുള്ള ഒരു കിടക്ക താങ്കൾക്ക് ഞങ്ങൾ ഉണ്ടാക്കി തരട്ടെയോ എന്ന് പ്രവാചകനോട് ഞങ്ങൾ ചോദിച്ചു. ഫഖാൽ, ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞ മറുപടി, മാലി വലിദ്ദുനിയ മാ അന ഫിദ്ദുനിയ ഇല്ലാ കറാകിബിൻ ഇസ്തവല്ല തഹത ഷജറത്തിൻ സുമ്മ റാഹ വതറകഹ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണ്, ഞാനും ഈ ദുനിയാവുമായി കൊണ്ട് എന്ത് ബന്ധമാണുള്ളത്? ഈ ദുനിയാവിൽ ഒരു മരത്തണലിൽ വിശ്രമിക്കാനിരിക്കുന്ന ഒരു വഴിയാത്രക്കാരനെ പോലെ മാത്രമാകുന്നു. ആ വഴിയാത്രക്കാരൻ അവന്റെ വിശ്രമം കഴിഞ്ഞാൽ ആ തണലിനെ അല്ലെങ്കിൽ ആ മരത്തെ വിട്ടേച്ചു പോകുന്നത് പോലെയാണ് ഈ ദുനിയാവ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിന് ജീവിതത്തിലൂടെ ഈ ഐഹിക ലോകത്തിന്, ഈ ദുനിയാവിന് യാതൊരു വിലയുമില്ലെന്ന്, അതിനെ വളരെ നൈമിഷികമായി കാണണമെന്ന് പഠിപ്പിക്കാൻ ഒട്ടനവധി ഉദാഹരണങ്ങൾ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നടന്നു പോകുമ്പോൾ അങ്ങാടിയിൽ ചത്ത് കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ, ആ ആട്ടിൻകുട്ടിയെ തന്റെ കയ്യിലുള്ള വടി കൊണ്ട് ഇങ്ങനെ തോണ്ടിയിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, ആർക്ക് വേണം ഇത് ഒരു ദിർഹമിന് എന്ന്. സ്വഹാബത്ത് ആരും അത് മേടിക്കാൻ അല്ലെങ്കിൽ അതെനിക്ക് വേണമെന്ന് പറയാൻ തയ്യാറായിട്ടില്ല. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇതുപോലെയാണ് ഈ ദുനിയാവ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉപമയിലൂടെ ആ സ്വഹാബത്തിനെ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ വളരെ നൈമിഷികമാണെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ വളരെ വില കുറഞ്ഞതാണെന്ന് പറഞ്ഞ ഈ ദുനിയാവിനെ പലപ്പോഴും നമ്മൾ വലിയ പ്രാധാന്യത്തോടു കൂടി കാണുകയാണ് എന്നാണ്. അഥവാ ഏറ്റവും വില കുറഞ്ഞ ഈ വീടിന് പകരം അതിനടുക്കാതിരിക്കുകയും, എന്നാൽ മറ്റുള്ള വീടുകളെ അപേക്ഷിച്ചുകൊണ്ട് മറ്റേതിനെ മറന്നുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളായി മറന്നു. ദുനിയാവിലെ വീട്ടിൽ നിന്ന് അടുത്തൊരു വീട്ടിലേക്ക് ഏത് സമയത്തും യാത്ര പോകേണ്ടവനാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും എന്ന ചിന്ത പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യരെ, ഇതാ നിങ്ങളുടെ വിചാരണ അതിങ്ങനെ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഇതാ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞു കളയുകയും ചെയ്യുകയാണ് എന്ന വിശുദ്ധ ഖുർആനിന്റെ താക്കീതാണ് നമ്മൾ ഓർക്കേണ്ടത് എന്നാണ്. അതുകൊണ്ട് ദുനിയാവ് വളരെ നശ്വരമാണ്, അത് വളരെ നൈമിഷികമായ ഒന്നാണ്. ഏത് സമയത്തും ഇത് അവസാനിക്കാം. എന്നാൽ ഈ ദുനിയാവിന്റെ ഈ വീടാകുന്ന ദുനിയാവിന് ശേഷം ഇനി നമുക്ക് അടുത്ത് ചെല്ലാനുള്ള ഒരു വീടാണ് ബർസഖ് എന്ന് പറയുന്നത്, അല്ലെ? ദാറുൽ ബർസഖ് എന്ന് പറയുന്നത് നമ്മുടെ മരണത്തോടുകൂടി, മരിക്കുന്നതോടുകൂടി പ്രവേശിക്കാനുള്ള വീടിന്റെ പേരാണ് ദാറുൽ ബർസഖ്, ബർസഖിയായ ഭവനം എന്ന് പറയുന്നത്. നമ്മുടെ ഉറ്റവരും ഉടയവരുമൊക്കെ ഇന്ന് ആ ബർസഖി ലോകത്താണ്. ഇന്ന് മരണപ്പെട്ടവരും ഇന്നലകളിൽ മരണപ്പെട്ടവരും ഇന്ന് ആ ബർസഖിയായ ലോകത്താണ്, ആ വീടിലാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര പെട്ടെന്നാണ് ദുനിയാവാകുന്ന വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കപ്പെട്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ ബർസഖിയായ ലോകം അത് നമുക്ക് വരാനുള്ളതാണ്. മരണത്തിന് ശേഷം നമുക്ക് കടന്ന് ചെല്ലാനുള്ള വീടാണത് എന്നാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ എന്നാണ്. ഉയർത്തെഴുന്നേൽപ്പ് നാളിന്റെ ദിവസം വരെ മരണത്തിന് ശേഷം കഴിഞ്ഞുകൂടാനുള്ള ബർസഖ് എന്ന് പറയുന്ന ഖബർ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ജീവിതത്തിലേക്ക് വരാനുണ്ട്.
ആ ബർസഖ് എന്ന് പറയുന്നത് സ്ഥിരമായ ഒരു സങ്കേതമല്ല, സ്ഥിരമായി വസിക്കുവാനുള്ള താമസിക്കുവാനുള്ള ഒരു കേന്ദ്രമല്ല ബർസഖ് എന്ന് പറയുന്നത്. മറിച്ചത് പരലോകത്തേക്കുള്ള പ്രവേശന കവാടമാണത്. വിശുദ്ധ ഖുർആനിലെ ചെറിയൊരു അധ്യായമുണ്ട്, സൂറത്തുൽ തകാസുർ, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്നാണ്. അൽഹാകുമുത് തകാസുർ, പരസ്പരം പെരുമ നടിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഏതുവരെ? ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങളുടെ ഖബറുകൾ, നിങ്ങളുടെ ശ്മശാനങ്ങൾ നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ നിങ്ങൾ പരസ്പരം ദുരഭിമാനം നടിക്കുക, പെരുമ നടിക്കുക എന്നുള്ളത് നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സഅദി റഹിമഹുള്ള പറഞ്ഞൊരു വാചകമുണ്ട്. ഏതാണത്? ഹത്താ സുർതുമുൽ മഖാബിർ എന്ന് പറഞ്ഞാൽ അന്നൽ ബർസഖ ദാറുൻ, ബർസഖ് എന്ന് പറയുന്നത് ഒരു വീടാണ്. മഖ്സൂദുൻ മിൻഹാ അൻനുഫൂദ് ഇലാ അദ്ദാരിൽ ബാഖിയ, എന്നെന്നും നിലനിൽക്കുന്ന ഒരു വീട്ടിലേക്കുള്ള പ്രവേശനത്തിന്റെ കവാടമാകുന്ന വീടാണ് ആ വീട്. എന്നിട്ട് അദ്ദേഹം പറയാ, അന്നല്ലാഹ സമ്മാഹും അസ്സായിരീന വലം യസുമ്മുഹും മുഖീമീന. അല്ലാഹു പറഞ്ഞത് ഹത്താ സുർതുമുൽ മഖാബിർ എന്നാണ്. നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ അല്ലാഹു സായിരീൻ, സന്ദർശിക്കുന്നവർ എന്ന പേരാണ് വെച്ചിട്ടുള്ളത്. മറിച്ച് വലം യസുമ്മുഹും മുഖീമീന, നിങ്ങൾ അവിടെ സ്ഥിര താമസക്കാരാണ് എന്നല്ല അല്ലാഹു പറഞ്ഞത് എന്ന് ഇമാം സഅദി റഹിമഹുള്ള ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാൻ. അതുകൊണ്ട് ആ ബർസഖിയായ ലോകത്തേക്ക് നമ്മെ വിളിക്കാൻ വേണ്ടി മലായികത്തുകൾ, മലക്കുൽ മൗത്ത് നമ്മിലേക്ക് വരുമ്പോ നമ്മൾ വിസമ്മതിക്കുന്ന വർത്തമാനങ്ങളുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ, അഥവാ മരണം അവനിലേക്ക് ആസന്നമായി കഴിഞ്ഞാൽ, മലക്കുൽ മൗത്ത് അവന്റെ അടുക്കലേക്ക് വന്നാൽ, ഖാല റബ്ബി ഇർജിഊൻ, ആ മനുഷ്യൻ പറയണം, റബ്ബേ എന്നെ ഒന്നുകൂടി നീ ദുനിയാവിലേക്ക് മടക്കണം. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഉപേക്ഷ വരുത്തിയതായ, ഞാൻ വിട്ടേച്ചതായ എല്ലാ സൽക്കർമ്മങ്ങളും ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം. ആ സമയത്ത് അല്ലാഹു പറയുന്ന മറുപടി, കല്ലാ ഇന്നഹാ ഹുവ കലിമത്തുൻ ഖായിലുഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അല്ലാഹു പറയും, വേണ്ട, അതവൻ പറയുന്ന വെറും വാക്ക് മാത്രമാണ്, ഒരു വെറും വാക്ക് മാത്രമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, അവരുടെ പിന്നിൽ വരാനുള്ളത് ഖിയാമത്ത് നാൾ വരെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം വരെ അവർക്ക് കഴിഞ്ഞുകൂടാനുള്ള ബർസഖ് അവരുടെ പിന്നിലുണ്ട് എന്ന് റസൂലുള്ളാഹി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു അവിടുന്ന് പറഞ്ഞു തരികയാണ്. ആ ബർസഖ് എന്ന് പറയുന്ന ഖബർ ജീവിതം നമ്മൾ വിളിക്കുന്ന ആ ഖബർ ജീവിതത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ ചോദിച്ചിട്ടുണ്ട്, പ്രവാചകൻ രക്ഷ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കാണാം, വഹുവ യതഅവ്വദു മിൻ അദാബിൽ ഖബർ, ഖബറാകുന്ന വീട്ടിലെ ശിക്ഷകളിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് രക്ഷ ചോദിക്കാറുണ്ടായിരുന്നു, ശരണം തേടാറുണ്ടായിരുന്നു എന്നാണ് രക്ഷ തേടുന്നത്. എന്നാൽ ഖബർ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി, അഥവാ ആ ബർസഖിയായ ജീവിതം അതിനു വേണ്ടി തയ്യാറാകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ജിനാസത്തിൻ, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഒരു ജനാസയിൽ പങ്കെടുക്കുകയായിരുന്നു. ആ സമയത്ത് ഫജലസ അലാ ശഫീരിൽ ഖബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറിന്റെ ഓരത്ത് ഇങ്ങനെ ഇരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറിന്റെ അരികിൽ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് ഫബറഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കരയുകയാണ്. ഹത്താ ബല്ലഥറ, പ്രവാചകന്റെ തിങ്ങിയ ആ താടി രോമങ്ങൾ അത് നനയുമാറ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കരയുന്നു. എന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്വഹാബത്തിനോട്, യാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു, ഇതാ ഇതുപോലെയുള്ള ഈ ഖബറിന് വേണ്ടി നിങ്ങൾ തയ്യാറാകണം, നിങ്ങൾ ഒരുങ്ങണം, അതിനു വേണ്ടി തയ്യാറായിക്കൊള്ളുവീൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു എന്ന് ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മൾ കാണുകയാണ്. സഹോദരങ്ങളെ, ആ ബർസഖി ലോകം, ആ ഖബറിൽ വിചാരണയുണ്ട്. അതുമായി ബന്ധപ്പെട്ട സുദീർഘമായ ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്, യുഖഅദുൽ മുഅ്മിനു ഫീ ഖബരിഹി,
ഖബറിൽ ഒരു വിശ്വാസിയെ ഇരുത്തപ്പെടും. എന്നിട്ട് ഫയുഖാൽ, അവനോട് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണെന്ന്. വിശ്വാസി പറയും, ഫയഖൂലു അല്ലാഹ്, അല്ലാഹു ആണ് എന്റെ റബ്ബ് എന്ന് പറയും. വീണ്ടും ചോദിക്കും, മാ ദീനുക, നിന്റെ ദീൻ ഏതാണ് എന്ന്. ആ സമയത്ത് വിശ്വാസി പറയും, ഫയഖൂലു അൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയും. ഫയുഖാൽ, വീണ്ടും ആ വിശ്വാസിയോട് ചോദിക്കപ്പെടും, മൻ നബിയുക, നിന്റെ പ്രവാചകൻ ആരാണ് എന്ന്. ആ സമയത്ത് ആ വിശ്വാസി പറയും, മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദാണ് എന്ന്. ഫയുഫ്സഹു അല്ലാഹു ഫീ ഖബരിഹി, അങ്ങനെ ആ മനുഷ്യന് അല്ലാഹു ഖബറിൽ വിശാലത നൽകും. വയറാ മൻസിലഹു മിനൽ ജന്ന, അങ്ങനെ സ്വർഗ്ഗത്തിൽ അവന്റെ ഇരിപ്പിടം, അവന്റെ സ്ഥാനം, അവന്റെ സ്ഥലം ആ ഖബറിൽ വെച്ചുകൊണ്ട് തന്നെ അവൻ കാണുകയും ചെയ്യുമെന്നാണ്. എന്നാൽ ഇതുപോലെ തന്നെ ഒരു കാഫിറിനെയും ഖബറിൽ എഴുന്നേൽപ്പിക്കും. എന്നിട്ട് ഫയുഖാൽ, അവനോട് ചോദിക്കും, മൻ റബ്ബുക്, നിന്റെ റബ്ബ് ആരാണ് എന്ന്. ആ സമയത്ത് ആ കാഫിർ പറയും, ഹാ ഹാ കൽ മുളല്ലി ശൈഅ, ഒന്നും അറിയാത്തവനെ പോലെ അവൻ ഹാ ഹാ എന്ന് അട്ടഹസിക്കും. ആരാണ് നിന്റെ ദീൻ ഏതാണെന്ന് അവനോട് ചോദിക്കും. അപ്പോഴും അവൻ ഹാ ഹാ എന്നുള്ള അട്ടഹാസമാണ് അവനിൽ ഉണ്ടാകുക. നിന്റെ പ്രവാചകൻ ആരാണെന്ന് അവനോട് ചോദിക്കും. കാഫിർ അപ്പോഴും അട്ടഹസിക്കുകയാണ്, അവൻ അട്ടഹാസമാണ് ഉണ്ടാകുക. അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യും? ഫയളീഖു അലൈഹി ഖബ്റുഹു ഹത്താ തഖ്തലിഫ അദ്ലാഉഹു ഫീ, ആ ഖബറൊന്ന് അവനെ കൊണ്ട് ഞെരുങ്ങും, അവനെ കൊണ്ടൊന്ന് കുടുസമാകും. അവന്റെ വാരിയെല്ലുകൾ അത് പരസ്പരം പൊട്ടുന്ന രൂപത്തിൽ ആ ഖബർ അവനെ കൊണ്ടൊന്ന് ഇങ്ങനെ ഞെരുങ്ങും. എന്നിട്ട് വയറാ മൻസിലഹു ഫിന്നാർ, നരകത്തിൽ അവന്റെ സ്ഥാനം അവൻ കാണും. വയുദ്റബു ദർബതൻ, അവൻ ഒരു അടി അടിക്കും. യസ്മഉഹാ മൻ ഫിൽ അർളി ഇല്ല സഖലൈൻ, ദുനിയാവിലുള്ള ഭൂമിയിലുള്ള ജിന്നും ഇൻസും അല്ലാത്ത എല്ലാവരും ആ അടിയുടെ ശബ്ദം കേൾക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ ഒരു ആയത്ത് ഓതി, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ വയുദില്ലുല്ലാഹു അൽ-ളാലിമീൻ. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്, ആ ദൃഢമായ ഉറപ്പായ വാക്കുകൊണ്ട് വിശ്വാസികൾക്ക് അല്ലാഹു സ്ഥിരത നൽകും. ഫിൽ ഹയാത്തി ദുനിയ വൽ ആഖിറ, ഈ ദുനിയാവിലും അതുപോലെ തന്നെ ആഖിറത്തിലും അല്ലാഹു അവർക്ക് സ്ഥിരത നൽകുമെന്നാണ്. വയുദില്ലുല്ലാഹു അൽ-ളാലിമീൻ, അക്രമികളെ അല്ലാഹു വഴികേടിലാക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. ഒന്നാമത്തെ ചോദ്യം, ഖബറിൽ ചോദ്യമുണ്ട്, ആരാണ് നിന്റെ റബ്ബ് എന്നുള്ള ചോദ്യം. മൻ റബ്ബുക, ഉത്തരം ദുനിയാവിൽ നിന്ന് റബ്ബി അല്ലാഹ് എന്ന് കാണാതെ പഠിച്ചിട്ട് പറയാൻ ഒരാൾക്കും തന്നെ കഴിയുകയില്ല. അതല്ല, ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ട് പള്ളിയിലെ പുരോഹിതൻ വന്ന് ഖബറിൻ തലക്കത്തിരുന്നു കൊണ്ട് നിന്റെ അടുക്കൽ രണ്ട് മലക്കുകൾ വരും. അവർ നിന്നോട് ഇങ്ങനെ ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണെന്ന്. അത് അപ്പോൾ ഫഖുൽ റബ്ബി അല്ലാഹ്, നീ റബ്ബി അല്ലാഹ് എന്ന് പറയണമെന്ന് ഏതെങ്കിലും ഉസ്താദോ ഏതെങ്കിലും പുരോഹിതനോ ഖബറിന്റെ തലക്കും ഭാഗത്ത് വന്ന് പറഞ്ഞു കൊടുത്താൽ പറയാൻ കഴിയുന്ന വാക്കല്ല അത്. മറിച്ച് ജീവിതം കൊണ്ട് തെളിയിക്കാൻ സാധിക്കണം. എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചവന് മാത്രമേ അല്ലാഹു ആണ് എന്റെ റബ്ബ് എന്ന് ഖബറിൽ വെച്ചവന് പറയാൻ പാടുള്ളൂ. അതവന്റെ ആദർശമായി ഉറപ്പിച്ചാൽ മാത്രമേ അതവന് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവർ, റബ്ബല്ലാത്തവരോട് തേടുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും നിന്റെ റബ്ബ് ആരാണെന്ന് ഖബറിൽ വെച്ച് ചോദിക്കുമ്പോ എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയാൻ അവർക്ക് കഴിയുകയില്ല. എന്നാൽ സ്വഹാബത്തിന്റെ ചരിത്രം മുതൽ മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ഈ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചതിന്റെ പേരിൽ എത്ര പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പീഡനങ്ങൾ ഏൽക്കുമ്പോൾ വരെ അഹദ് അഹദ് എന്ന് ഉച്ചരിച്ച ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു പറയാൻ കഴിയും, എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന്. ആ റബ്ബ് അല്ലാഹു ആണെന്ന് പറയാൻ കഴിയണമെങ്കിൽ അത് ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ദീൻ ഏതാണ് എന്നാണ്, നിന്റെ മതം ഏതാണ് എന്നാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഇസ്ലാമാണ്. ആ ഇസ്ലാം എന്റെ മതമാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് പൂർണ്ണമായി ചെന്നാൽ അല്ലെങ്കിൽ പ്രവേശിച്ചാൽ മാത്രമേ ഒരാൾക്ക് മുസ്ലിമാണെന്ന് പറയാൻ കഴിയുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ പരിപൂർണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. വലാ തത്തബിഉ ഖുത്വാതി ശൈത്വാൻ, പിശാചിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിൻവലിക്കുകയും ചെയ്യരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, തീർച്ചയായും പിശാച് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ
എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിച്ചവനെ അത് പറയാൻ കഴിയുള്ളൂ. എന്നാൽ അല്ലാഹു ഒരു കൂട്ടരെ പോലെ നിങ്ങൾ ആകരുത് എന്നും പറഞ്ഞു. അതാരാണ്? ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസുലിഹി വയുമിനൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസുലിഹി വയഖൂലൂന നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദിൻ വയുരീദൂന അൻ യത്തഖിദൂ ബൈന ദാലിക സബീല. ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസുലിഹി, അല്ലാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും അവിശ്വസിക്കുന്നവർ, വയുരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസുലിഹി, അല്ലാഹുവിന്റെയും അവന്റെ പ്രവാചകന്മാർക്കിടയിലും അവർ ഈ വേർതിരിവുണ്ടാക്കാൻ അവർ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു. വയഖൂലൂന, അവർ പറയുന്നത് നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദിൻ, ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ ഞങ്ങൾ അവിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന്. അഥവാ ഇസ്ലാമിന്റെ ചില കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുകയും ചില കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നില്ല എന്നവരെ പോലെ നിങ്ങൾ ആകരുതെന്ന്. അഥവാ ദീനില് നമ്മൾ പള്ളിയിൽ വരുമ്പോഴും അതുപോലെ തന്നെ മറ്റോ പോകുമ്പോൾ ഇസ്ലാമിന്റെ കണിശതയും അതുപോലെ തന്നെ ഇബാദത്തും ആദർശമൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് വരുമ്പോ, അത് വിവാഹമായാലും അതല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളായാലും ശരി, നമ്മുടെ വീടുമായോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബമായോ വരുമ്പോ ഇസ്ലാമിനെ കാറ്റിൽ പറത്തുന്ന ചില കാര്യങ്ങൾ എടുക്കുന്നു, ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നു എന്നുള്ള അവസ്ഥ അതുണ്ടാകരുത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ആകുകയും ചെയ്യരുത് എന്ന്. അങ്ങനെ മുസ്ലിമായി എന്ന് പറയാൻ കഴിയണം, ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കാൻ. മൂന്നാമത്തെ ചോദ്യം, നിന്റെ പ്രവാചകൻ ആരാണ് എന്നാണ്. പ്രവാചകനെ കാണിച്ചുകൊണ്ട് ആണ്, റസൂലുള്ളാഹിനെ കാണിച്ചു തന്നുകൊണ്ടാണ് ചോദിക്കുക. പ്രവാചകനെ കണ്ട അബൂജഹൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ട അബൂജഹലിന് പ്രവാചകനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോ അബൂജഹലിന് ഹാ ഹാ എന്ന അട്ടഹാസം അത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ പ്രവാചകനെ കാണാതെ ആ പ്രവാചകനെ വിശ്വസിക്കുന്ന, ആ പ്രവാചകനെ ഇത്തിബാ ചെയ്യുന്ന, ആ പ്രവാചകനെ അനുസരിക്കുന്ന ഒരു വിശ്വാസിക്ക് ഇതെന്റെ പ്രവാചകനാണെന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് അവന് പറയാൻ കഴിയുമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുമ്പോൾ അവന്റെ ആ ഖബറ് അല്ലെങ്കിൽ അവന്റെ ആ മണ്ണറ അത് മണിയറയെ പോലെ ആക്കാൻ അവനക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഉത്തരങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലോ അവിടെ ശിക്ഷയായിരിക്കും. ഖബർ ശിക്ഷയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഫിർഔനിന് രാവിലെയും വൈകുന്നേരവും നരകം കാണിച്ചു കൊടുക്കുന്ന അല്ലാഹ് പറഞ്ഞതാ, അന്നാറു യുറദൂന അലൈഹാ ഉദുവൻ വഅശിയ വയൗമ തഖൂമുസ് സാഅ അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്. രാവിലെയും വൈകുന്നേരവും ഒക്കെ ഫിർഔന് ശിക്ഷയായി നരകം ഇങ്ങനെ കാണിച്ചു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഖബറിലേക്ക് വെളിച്ചം കിട്ടാൻ, നമ്മുടെ ഖബറിൽ വെളിച്ചം കിട്ടിക്കൊണ്ടേയിരിക്കുന്ന അതിനുള്ള ഒരുപാട് കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊരു കാര്യം റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ മാതൽ ഇൻസാനു ഇൻഖത അമലു, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ എല്ലാ കർമ്മങ്ങളും മുറിഞ്ഞു പോകും, ഇല്ലാ മിൻ സലാസത്തിൻ, മൂന്ന് കാര്യങ്ങൾ ഒഴികെ. എന്നിട്ട് പ്രവാചകൻ ഓരോന്നും എണ്ണി, സ്വദഖത്തിൻ ജാരിയ, എന്നെന്നും നിലനിൽക്കുന്ന സ്വദഖ, അത് നമ്മൾ മരിച്ചാലും നമ്മുടെ ബർസഖി ലോകത്തേക്ക്, നമ്മുടെ ഖബറിലേക്ക് കിട്ടുന്ന നിരന്തരമായി കിട്ടുന്ന സ്വദഖകൾ ജാരിയയായ സ്വദഖയാണ്. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന പ്രയോജനകരമായ വിജ്ഞാനമാണ്. അതുപോലെ തന്നെ ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, തങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങളാണ്. ഇതൊക്കെ മരണത്തിന് ശേഷവും നമ്മുടെ ബർസഖി ലോകത്ത് ഖബറിലേക്ക് നിരന്തരമായി നമുക്ക് വെളിച്ചം വീശുന്ന അല്ലെങ്കിൽ പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചതെന്നാണ്. അങ്ങനെ നമ്മുടെ മരണാനന്തരം ഖബർ ജീവിതത്തിലും ബർസഖി ജീവിതത്തിലും നമുക്ക് ഖബറിൽ വെളിച്ചമേകാനുള്ള പ്രവർത്തനങ്ങൾ അത് നമ്മൾ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബർസഖി ലോകത്ത് അഥവാ ഖബറിൽ ഖബറാളിക്ക് പുറത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വെളിച്ചങ്ങളുണ്ട് പ്രതിഫലമായി കിട്ടുന്നത്. അതിലൊന്നാണ് മറ്റുള്ളവരുടെ പ്രാർത്ഥന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക എന്നുള്ളത്. മരിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യാം. വിശുദ്ധ
വിശ്വാസികളുടെ ഒരു പ്രാർത്ഥനയായി പറഞ്ഞു തന്നതാണ്. വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന, അവർക്ക് ശേഷം വരുന്ന ആളുകൾ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന അതേതാ? റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥന. അതിന്റെ ആദ്യ ഭാഗത്ത് എന്താ? റബ്ബന ഗ്ഫിർ ലനാ, റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണം. അതുപോലെ തന്നെ വലിഇഖ്വാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ, വിശ്വാസം കൊണ്ട് ഞങ്ങളെ മുൻകടന്നുപോയ ബർസഖി ലോകത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ എന്ന്. അത് അവർക്ക് കിട്ടുന്ന ഒരു വെളിച്ചാണ്. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അത് അവരുടെ ഖബറിലേക്കുള്ള ഒരു വെളിച്ചമാണ്. അത് നിരന്തരമായി പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ടതാണ്. രണ്ടാമത്, ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോ ആ മയ്യത്ത് ഓടിപ്പോയി കണ്ടുപോരുകയല്ല, മറിച്ച് ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുക. അത് അയാൾക്കുള്ള വെളിച്ചമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മയ്യത്ത് നമസ്കാരത്തിന് ആള് കൂടുന്നതിനനുസരിച്ച് പ്രതിഫലം കൂടിക്കൊണ്ടിരിക്കും. എങ്ങനത്തെ ആളുകളായിരിക്കണം? അവർക്ക് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതിന് ഷർത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യമൂത്ത്, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കുന്നു, ഫയഖൂമു അലാ ജനാസതിഹി 40 റജുല, ആ മയ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ജനാസക്ക് വേണ്ടി 40 ആളുകൾ മയ്യത്ത് നമസ്കരിക്കുന്നു എങ്കിൽ പ്രവാചകൻ പറയാണ് എങ്ങനത്തെ ആളുകളാ? ആ 40 ആളുകൾക്ക് ഉണ്ടാകുന്ന ക്വാളിറ്റി എന്താണ്? അവർക്കുണ്ടാകേണ്ട ഷർത്ത് എന്താണ്? ലാ യുശ്രികൂന ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ യാതൊന്നും പങ്കു ചേർക്കാത്ത, ശിർക്ക് ചെയ്യാത്ത, മുവഹിദുകളായ, തൗഹീദുള്ള 40 ആളുകൾ ഒരു മയ്യത്തിന് വേണ്ടി ജനാസ നമസ്കരിച്ചാൽ ഇല്ലാ ശുഫിഉ ഫീഹി, അവന്റെ കാര്യത്തിൽ അവർ ചെയ്ത ആ ശുപാർശ അത് സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ മരിക്കുമ്പോ നമുക്ക് വേണ്ടി മുവഹിദുകളായ, ശിർക്ക് ചെയ്യാത്ത, തൗഹീദുള്ള 40 ആളുകൾ എന്നൊരു ഹദീസിലുണ്ട്. മറ്റൊരു ഹദീസിൽ 100 ആളുകൾ എന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഹദീസുകൾ ആ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമസ്കരിച്ചാൽ അവരുടെ ആ ശഫാഅത്ത് അല്ലാഹു സ്വീകരിക്കും. ഏതാ അവരുടെ ശഫാഅത്ത്? അവർ നമസ്കാരത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു എന്ന് തുടങ്ങി ആ മയ്യത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. ആ നമസ്കരിക്കുന്നവർക്കുള്ള ക്വാളിറ്റി അതാണ്. ശിർക്ക് ചെയ്യാത്തവരായിരിക്കണം, മുവഹിദുകളായ, തൗഹീദുള്ള 40 ആളുകൾ അവർക്ക് വേണ്ടി നമസ്കരിച്ചാൽ അത് അവരുടെ ബർസഖി ലോകത്ത്, ആ മയ്യത്തിന്റെ ബർസഖി ലോകത്ത് അത് വെളിച്ചമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം പറഞ്ഞത്, മയ്യത്തിന്റെ കടമുണ്ടെങ്കിൽ അത് വീട്ടണമെന്നാണ്. കടബാധ്യതയുള്ള ഒരു വ്യക്തിയുടെ മയ്യത്ത് നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ആ സമയത്ത് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ആ കടം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖതുൻ ബിദൈനിഹി ഹത്താ യുഖ്ളഅ അൻഹു, ഒരു മുഅ്മിനായ മനുഷ്യന്റെ കടം, ആ കടം വീട്ടുന്നത് വരെ സത്യവിശ്വാസിയുടെ ആത്മാവ് ആ കടവുമായി ബന്ധിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബർസഖി ലോകത്ത്, നമ്മുടെ ഖബറിൽ വെളിച്ചമാകാൻ, അല്ലെങ്കിൽ നമ്മുടെ ഖബറിൽ വെളിച്ചം ലഭിക്കാൻ, നമ്മുടെ ഖബറിൽ വെളിച്ചം കിട്ടാനുള്ള പ്രവർത്തനങ്ങൾ ഈ ദുനിയാവിൽ വെച്ച്, ഈ ഐഹിക ലോകത്ത് വെച്ച് നമ്മുടെ ജീവിത സമയത്ത് നമ്മൾ ചെയ്യുന്നവരായിരിക്കണം, പ്രവർത്തിക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ മരണാനന്തരം ആ ബർസഖി ലോകത്ത്, ഖബറിൽ നമുക്ക് സുരക്ഷിതമായി ഏതെങ്കിൽ അള്ളാഹുവിന്റെ ആ സ്വർഗാനുഭൂതികൾ, സ്വർഗത്തിന്റെ അനുഭൂതികൾ അനുഭവിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, മരണാനന്തര ജീവിതത്തിന് ശേഷം വരാനിരിക്കുന്ന, മരണത്തിന് ശേഷം വരുന്ന ബർസഖി ലോകത്തേക്കുള്ള മുന്നൊരുക്കങ്ങൾ, ആ ഖബറിൽ വെളിച്ചം കിട്ടാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നിർവഹിക്കുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുർ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അല്ലാഹു അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികൾ
ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിഞ്ഞുകൂടുന്നവർ അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാകട്ടെ, ശമനം നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ അള്ളാഹു അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ, അള്ളാഹു അവർക്ക് വിജയം നൽകുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداءنا واعداء الدين اللهم دمر اعداءنا واعداء المسلمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه وأصحابه أجمعين والحمد لله رب العالمين.